സഹോദരനൊക്കെ 2-3 മാസം മുമ്പ് വയനാട് ബോച്ചെ 1000 ഏക്കറിൽ വന്നിട്ട് ക്ഷണിക്കുകയും പിടിക്കുകയൊക്കെ ഉണ്ടായി. ആദ്യം തന്നെ അതിന് മാപ്പ് ചോദിക്കുകയാണ് വൈകി പോയതിൽ. ഇന്ന് ഞാൻ ഒരു കച്ചവടക്കാരനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചാരിറ്റി, സ്പോർട്സ്, കലാപരിപാടി, എൻജോയ്മെന്റ് എല്ലാം കൂടെ കൊണ്ടു കിടക്കുമ്പോൾ ചിലപ്പോൾ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും മടിയും ഒക്കെ കൂടിയാണ്. കാരണം ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ഫ്രീ ആയിട്ടാണുള്ളത്. ഇതിന്റെ അല്ല, ഇത് ചാരിറ്റിയാണ്. ദിവസം 5-10 ഉദ്ഘാടനങ്ങൾ ഇങ്ങനെ എണ്ണം കൂടി വരിക. അവിടുന്ന് എന്തെങ്കിലും തന്ന ചെറിയ സംഖ്യ അത് പാവങ്ങൾക്ക് അവിടെ നിന്ന് കൊടുത്തു പോകും. അപ്പൊ ചെലവില്ലാത്തതുകൊണ്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഉദ്ഘാടനങ്ങൾ നിർത്തി. അതാണ് കുറച്ച് വൈകി പോയത്. ഈ കാലഘട്ടത്തില് മനുഷ്യർ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന കാലഘട്ടമാണ്. സെൽഫിഷാണ്. സംഭാവനയൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങാൻ, സഹായിക്കാൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കാൻ ആളെ കിട്ടാനില്ല. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, യൂത്ത് വിംഗ്, വനിതാ വിംഗ്, വ്യാപാരി കെയർ എന്ന ഒരു പദ്ധതി ഇവിടെ സമർപ്പിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്നിവിടെ വരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. 2 കാര്യമാണ്. ഞാൻ ഈ അബ്ദുറഹീമിന്റെ ഇതിന് ശേഷം ആദ്യമായിട്ടാണ് അരീക്കോട് വരുന്നത്. അബ്ദുറഹീമിന് 34 കോടി കൊടുത്താലാണ് തലവെട്ടാതിരിക്കുക. ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ, യാചകനായി തിരുവനന്തപുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ര വലിയ പൈസയൊന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ 1 കോടി ഞാൻ ഇട്ടെങ്കിലും പിന്നെ 33 കോടി വേണ്ടേ. അങ്ങനെ ടെൻഷൻ അടിച്ച് തൃശ്ശൂർ എത്താറായപ്പോഴേക്കും 34 പകരം 40ന്റെ അടുത്തോ മറ്റോ, എനിക്ക് ഓർമ്മയില്ല, അത്രയും കോടി വന്ന് അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്തു. അതല്ലെങ്കിൽ കയറി 100 കോടിയിലേക്ക് പോയത്. അപ്പോ അത് പല ജില്ലകളിൽ നിന്ന് നോക്കുമ്പോൾ മലപ്പുറം, അരീക്കോടൊക്കെ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് ജീവൻ രക്ഷിക്കാൻ. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇല്ലെങ്കിൽ ആ കാശ് പിരിഞ്ഞില്ലെങ്കിൽ ഞാൻ യാചകയാത്ര നടത്തി കാസർഗോഡ് എത്തി ഒരു സ്ഥിര യാചകനായി മാറിപ്പോയെന്നെ. നിങ്ങൾ പൈസ തന്നില്ലെന്നെങ്കിൽ ഓക്കെ, അബ്ദുറഹീമിന്റെ മോചനം സാധിച്ചു. ഇനി ഒരു ജനറൽ കേസ് ഉണ്ട്, ഫ്യൂ മന്ത്സ് അത് എടുക്കും. അതർവൈസ് ആ ശിക്ഷ അവിടെ ഒഴിവായി. അതിന് കാരണക്കാരായ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഒരു നന്ദിയും കൂടെ ഇവിടെ പറയാറുണ്ട്. ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോട്ടിലൂടെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി 812 കിലോമീറ്റർ ഓടിയപ്പോൾ അന്ന് വലിയ സന്തോഷമായിരുന്നു. വേൾഡ് റെക്കോർഡ്, യുണീക്ക് റെക്കോർഡ്, ഒരുപാട് റെക്കോർഡുകളൊക്കെ കിട്ടിയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കാത്ത അതിലും വലിയൊരു നേട്ടം എനിക്ക് കിട്ടിയത്, എൻ്റെ ഒരു സന്തോഷം, ഒരു സ്നേഹം എനിക്ക് കിട്ടിയത് ഇത് കഴിഞ്ഞപ്പോൾ ബോച്ചെ ഫാൻസ് ക്ലബ് ഉണ്ടായി. അതുണ്ടായത് ആദ്യത്തെ അരീക്കോട് നിന്നാണ്. മറഡോണ ഫാൻസ്, ബോച്ച് ഫാൻസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി വയനാട് വന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് മാറി. ദിവസേന പറ്റാവുന്ന സഹായങ്ങൾ എല്ലാ ജില്ലയിലും ചെയ്തു വരുന്നുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമാണ്. അതിന് വീണ്ടും ഒരു നന്ദി അരീക്കോടിനോട് പറയുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എന്നോട് ചോദിക്കുമ്പോൾ പല ഇന്റർവ്യൂവിലും ഞാൻ പറയാം, എനിക്ക് പല സന്തോഷങ്ങളുണ്ട്, പക്ഷേ ഒരിക്കലും മടുക്കാത്ത എൻഡ്ലെസ് പ്യുവർ സന്തോഷം, ഹാപ്പിനെസ് എന്താന്ന് ചോദിച്ചാൽ, പാവങ്ങളെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, ഒരു തിളക്കമുണ്ടല്ലോ, ആ തിളക്കം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, അതൊരു അഡിക്ഷനാണ്. കള്ളിനേക്കാളും മറ്റെന്തിനേക്കാളും വലിയ ഒരു അഡിക്ഷനാണ്. അത് മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണ്, എന്നുവെച്ചാൽ ബാക്കി കലാപരിപാടികളൊന്നും ഇല്ല എന്നല്ല, അതിന് അതിൻ്റെതായ സുഖങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതിനൊപ്പം അതൊക്കെ മേലെ ചാരിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞു. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് ഒരു ഭക്ഷണമാണെങ്കിലും, അത് വീടാണെങ്കിലും, എന്ത് തന്നെയായാലും അത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതൊരു അഡിക്ഷനാണ്. അത് നമുക്ക് മുമ്പോട്ട് പോവാൻ ധൈര്യത്തോടുകൂടെ, ശങ്കുത്വത്തോടുകൂടെ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ വ്യാപാരി വ്യവസായിയും ലേഡീസ് വിങ്ങും യൂത്ത് വിങ്ങും എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു അഡിക്ഷൻ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വ്യാപാരി കെയർ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നാൽ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ മുഴുവൻ വ്യാപാര ഭവനിൽ വാങ്ങിവെച്ചുകൊണ്ട് വ്യാപാരികൾക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ആവശ്യാനുസരണം കൊണ്ടുപോവുകയും അത് അതേ രീതിയിൽ അവനവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞുകൊണ്ട് അത്
വ്യാപാര ഭവനിൽ തന്നെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഇതിന്റെ പ്രധാന ലക്ഷ്യം. തീർച്ചയായിട്ടും വളരെ ശക്തമായി എല്ലാവരുടെ സഹകരണത്തോടുകൂടെ ഇത് മുമ്പോട്ട് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാ സപ്പോർട്ടും ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്.